തൊടുപുഴ പൂമാല റൂട്ടിലെ ഇറുക്കുപാലം, ഇളന്തേശം എന്നീ സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങ് ദൂരെയായി ഒരു മല കാണാം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ പറമ്പുകാട്ട് മലയിലേക്ക് പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ കലയന്താനി എന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. റോഡിനോട് ചേർന്ന് തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കാണാം. തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇവിടെ നിന്നും ചിലവ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത്. തൊടുപുഴയിൽ നിന്നും വരുമ്പോൾ ഇടത്തേക്ക് പോകുന്ന വഴി. ഈ വഴി കുറച്ച് ദൂരം പോന്നതിന് ശേഷം ഈ ഒരു ജംഗ്ഷനിൽ നിന്നും വലത്തേക്കുള്ള വഴിയാണ് പോകേണ്ടത്. നേരെ പോയാൽ ചിലവിലേക്ക് ചെല്ലാം. വളരെ മനോഹരമായ വഴിയാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ നിറയെ റബ്ബർ തോട്ടങ്ങളാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ കുന്നും മലയുമൊക്കെ കയറി യാത്ര ചെയ്യുന്നതും ഒരു പ്രത്യേക ഫീലാണ്. വഴി എത്ര മനോഹരമാണെന്ന് നോക്കിയേ. കംപ്ലീറ്റ് ഗ്രീനറിയാണ്. റബ്ബർ തോട്ടത്തിനിടയിലൂടെ ചെറിയ മലകളും കാണാം. നമ്മൾ പതിയെ കയറ്റം കയറി തുടങ്ങി. വഴിയോട് ചേർന്ന് വീടുകളൊക്കെ കാണാം. മല കയറി തുടങ്ങുന്നതനുസരിച്ച് നല്ല കാഴ്ചകളും നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെ കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് പോകാം. കുന്നും മലകളും ആകാശത്തെ തൊടുന്ന കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കയറ്റം കയറി വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. മൊത്തം കാട്ടുവെള്ള കയറി കിടക്കുകയാണ്. കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുമെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടി വന്ന സ്ഥലമാണിത്. ഉരുൾപൊട്ടി വന്നതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ തൊട്ടടുത്തായി ചെറിയൊരു ഓലി കാണാം. ഉറവയാണ്. നല്ല തെളിനീര് പോലത്തെ വെള്ളം. ഇതൊക്കെയാണ് ശരിക്കും പ്യൂരിഫൈഡ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഇതിൽ നിന്നും ഹോസ് ഇട്ട് ആളുകൾ വെള്ളമെടുക്കുന്നതാണ്. യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്ത ജലം. ഇവിടെ നിന്നും മലനിരകളുടെ കാഴ്ചകൾ കൂടിയൊന്ന് കാണാം. ഒറ്റയൊരു തെങ്ങ് മാത്രമായി നിൽക്കുന്നല്ലേ. തെങ്ങിന് വേറെ കൂട്ടില്ല. ഏകാന്തൻ, തല ഉയർത്തി നിൽക്കുന്നു. നമ്മൾ ഈ വന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയത് ഭാഗ്യമായി. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഈ മല കയറി തുടങ്ങിയാൽ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ മല ഇറങ്ങുന്നത് വരെയും നമുക്ക് കാണുവാൻ സാധിക്കും എന്നത് വലിയൊരു പ്രത്യേകതയാണ്. യാത്ര തുടരാം. ചെറിയ വഴിയാണ്. ഇവിടൊക്കെ കൊക്കോ കൃഷിയും കാണാം. തുടക്കമല്ലേ, അത്യാവശ്യം നിരപ്പാ. കയറ്റം തീർന്നു. ഇതിന്റെ കറക്റ്റ് പേര് വെള്ളാന്താനം എന്ന് പറയും. വെള്ളാന്താനം. ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട്. പറയാൻ പറ്റില്ല. ഇതാണ് വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ താഴേക്ക് വലിയ കൊക്കയാണ്. ഇവിടെ നിന്നാൽ ആലക്കോട്, കലയന്താനിയും തൊടുപുഴയുടെ ഭാഗങ്ങളും ഇലവീഴ പൂഞ്ചിറയുമൊക്കെ നമുക്ക് കാണാം. ഈ വഴിയൊക്കെ വെറുതെ ഇങ്ങനെ നടക്കാം. വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇതൊന്നും അല്ല വ്യൂ പോയിന്റ്, ഇതിൻ്റെ അപ്പുറയാ. ഇത് മലയുടെ തുടക്കം. യാത്ര തുടർന്നു. ഇവിടെ നിന്നൊരു നിരപ്പാ. മലയുടെ ടോപ്പെത്തി. കാപ്പി. പണ്ട് ഞാൻ പഠിച്ച ബാലവാടി ഇവിടെ തരുന്നു. ബാലവാടിയില്ലേ, അത് ഇവിടെ വന്നിട്ട് ഇവിടെ ചായക്കട ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ചായക്കട. ചായക്കടയായിരുന്നു പണ്ടത്തെ. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടായിരുന്നു ഒരു ബാലവാടി. വീട് സ്ഥലമില്ല. 89 ഇനി കുറച്ച് പോയ വഴികളാണ്. ടാറിങ് അത്ര സെറ്റപ്പില്ല. ഇനി അങ്ങോട്ട് വഴി മോശമാണ്. വിനോദസഞ്ചാരത്തിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് ഇവിടം. ഭാവിയിൽ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടം അറിയപ്പെട്ടേക്കാം. ചെപ്പോളത്തിൻ്റെ അപ്പുറത്ത് റിസോർട്ടൊക്കെ ആയി. വീട്ടിലെ പോവാ. മുകളിലെത്തി. ഇത് റിസോർട്ട് പണിയാൻ വേണ്ടി ആൾക്കാർ മേടിച്ചേക്കുന്ന സ്ഥലമാണ്. കുറച്ച് കഴിയുമ്പോൾ റിസോർട്ട് ഏരിയ ആവും. 6 പോലെ വ്യൂ പോയിന്റ്. ഭാഗം തട്ടക്കുഴ ഏരിയയാണ്. തട്ടക്കുഴ, പെരിങ്ങാശ്ശേരി ഭാഗമാണ് ഈ സൈഡ്. ഇപ്പുറത്തെ സൈഡ് പൂമാല ഏരിയ.
പാറ തളച്ച് പണിത വഴിയാണ് റോഡ്. കറണ്ട് ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിലും കണക്ഷൻ കൊടുത്തിട്ടില്ല. ആ കണക്ഷൻ താഴെ വരെയുള്ളൂ. ആ വീട് നമ്മൾ ഇങ്ങോട്ട് വീടില്ലാത്തതുകൊണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ അപ്പുറം ലൈൻ കമ്പിയൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അത് ശരിയാക്കിയിട്ടില്ല എതിരായിട്ട്. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ്. ഇനി ഒരു നിരപ്പാണ്. ഇതാണ് പറമ്പാട്ടുമല കറക്റ്റ് വ്യൂ പോയിന്റ്, കറക്റ്റ് ടോപ്പ്. അവിടെ ഒരു മലയുണ്ട്, അവിടെ ചെറിയൊരു പാറയുണ്ട്, അവിടെ നിന്നെല്ലാം കാണാം. ഇത് പന്നിവറ്റം പൂമാല ഏരിയയാണ് ഈ സൈഡ്. ഇത് തട്ടക്കുഴ പെരിങ്ങാശ്ശേരി ഏരിയ ആയിട്ട് വരും. ഇരിക്കുന്നില്ല കാട്ടിലേക്ക്, അത് പറന്ന് വരികയാണ് ഗൈസ്. ഇവിടെ നിർത്തിയാൽ നമ്മൾ ഈ മലയുടെ ഏറെക്കുറെ ടോപ്പ് ഭാഗത്തായി എത്തിയിരിക്കുകയാണ്. ഇതിലെ ഒരു വഴി കാണാം, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഒരു വലിയ പാറമുകളിലേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നത്. ഇളന്തേശം വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൂരെ കാണുന്ന മലയാണിത്. ഉണങ്ങിപ്പോയില്ലാണ്. 40 വർഷം കഴിഞ്ഞ് പൂത്ത് ഉണങ്ങിപ്പോയതാണ്. ഇതാണ് ഫാക്ടറി. ഇളന്തേശത്തെ വെട്ടിവറ്റത്ത് പോണ ഫാക്ടറി. ഇതിൻ്റെ നേരെ കാണുന്നത് ഇറുക്കുപാലം, ഇത് ഇളന്തേശം. ഇളന്തേശം വെട്ടിമറ്റം ഭാഗത്ത് പ്രവർത്തിക്കുന്ന MDF ഫാക്ടറിയാണ് ഈ കാണുന്നത്. പറമ്പുകാട്ട് മലയിലെ ഒരു പ്രധാന വ്യൂ പോയിൻ്റാണിത്. ഒരുപാട് പേർ എത്തുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകളും പുറത്തു നിന്നുള്ള ആളുകളുമായി അങ്ങനെ ഒത്തിരി പേർ. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ചൂടുള്ള സമയത്തും ഇവിടെ നല്ല തണുപ്പും തണുത്ത കാറ്റും കിടിലൻ ക്ലൈമറ്റാണ്. പാറമുകളിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ ചെടികളൊക്കെ കാണാം. ഇടതൂർന്ന മരങ്ങളാണ് മലഞ്ചെരിവുകളിൽ. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര വളരെയധികം ഇഷ്ടവുമാകും. വലിയ ഓഫ് റോഡിംഗ് അല്ല, ചെറിയ ഓഫ് റോഡിംഗ്. പക്ഷേ ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ സ്മൂത്ത് റോഡാണ്. ഈ വഴി അധികം വണ്ടികൾ വരുന്ന വഴിയല്ലെന്നാണ് തോന്നുന്നത്. വഴി നിറയെ ചെടികളൊക്കെ പിടിച്ചു കിടക്കുകയാണ്. സെയിം മൺ റോഡാണ്. അപ്പുറം ഇപ്പുറം റബ്ബർ. ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എത്തി തുടങ്ങി. ചെപ്പോളം സൈഡ് ഇതായിട്ട് പണിയുന്നുള്ളൂ. ഇതാണ് പശുപ്പാം. പണി കഴിഞ്ഞില്ല. പശുവും പശുപ്പാമ്പിന്റെ കഴിഞ്ഞില്ല ഗൈസ്. യജമാനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോറി ഗൈസ്, ഞങ്ങൾ യജമാനന്മാരല്ല. അത് പൊളത്തിൻ്റെ ഭാഗം എത്തി ഗൈസ്. ഇനി കുറച്ച് ഇറക്കമാണ്. ഇറക്കവും നിരപ്പും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെയും റിസോർട്ട് വരാൻ വേണ്ടി മേടിച്ചിട്ടേക്കണാണ്. ഇതിൻ്റെയാണ് ഈ കാണുന്നത്. ബാക്കിൽ റിസോർട്ട് വരുമെന്നൊക്കെയാണ് പറയണേ. പിന്നെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇരികല്ലം പാറ എന്ന് പറയുന്ന ആ പാറയിലേക്കുള്ള വ്യൂ പോയിന്റ്. ഇതാണ് തട്ടക്കുഴ. തട്ടക്കുഴ ഇവിടെയാണ്. ഇതൊരു ചേട്ടൻ്റെ വീടാണ്. ഇപ്പുറത്തെ വ്യൂ പോയിന്റ് പന്നിവറ്റം മുകളൊക്കെ വരും. പന്നിവറ്റം ഇറുക്കുപാലം അതിൻ്റെ വ്യൂ പോയിൻ്റാണിത്. പിന്നെ ഇവിടെ പെരിങ്ങാശ്ശേരി റൂട്ട് മലയിഞ്ചിയൊക്കെ വരുന്ന തട്ടക്കുഴ. ഇവിടെ എന്തൊരു വീട് വരികയാണ്. പുതിയ വീടാണ്. നല്ല വ്യൂ പോയിൻ്റാണ്. നീലാകാശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ. മലമുകളിലൂടെ നീണ്ടുപോകുന്ന മൺപാത. നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇതാണ് പ്രോപ്പർ പറമ്പുകാട്ടുമല വ്യൂ പോയിന്റ്. കലയന്താനിയിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. മുത്തോട് ഭാഗം. ഇതിൻ്റെ അടിയിൽ മുത്തോട് എന്ന് പറയും. പന്നിമറ്റത്തിൻ്റെ തൊട്ടിപ്പുറയാണ്. ഇതെവിടെയാണ് പന്നിമറ്റം. അതിൻ്റെ അപ്പുറം പൂമാല. അല്പം മുമ്പ് നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്നും കാണുവാനും സാധിക്കുന്നത്. ഈ മലയുടെ കറക്റ്റ് പേര് റെക്കോർഡ്സിലും ഒക്കെ പറമ്പുകാട്ടുമല എന്നാണ്. എന്നാലും പലരും ഈ പ്രദേശത്തെ ചിലവ് മലയെന്നും പറയാറുണ്ട്. താഴേക്ക് വലിയ കൊക്കയാണ്. ഇത് ശരിക്കും ഒരു വലിയ മല തന്നെയാണ്. ഈ മലയുടെ 2 വശത്തും നല്ല കാഴ്ചകളുമാണ്. ഇവിടെയൊക്കെയും നല്ല പച്ചപ്പാണ്. ഇത് മലയുടെ അപ്പുറേ ഭാഗമാണ്. അവിടേക്കൊരു വഴിയുണ്ട്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ ആൾതാമസമില്ലാത്ത ഒരു വീടും കാണാം. പൂമാല ഭാഗത്തു നിന്നും നമുക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. പന്നിമറ്റത്തു നിന്നും ഒക്കെയായി വരാം. ചെപ്പുകുളം കയറി അവിടെ നിന്നും ഇവിടേക്ക് വരാം. ഓഫ് റോഡിലൂടെ തന്നെയാണ് യാത്ര. ചെപ്പുകുളം ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വഴി നല്ലതാവും. ചെപ്പോളം സൈഡെത്തി ഗൈസ്.
ഇതവിടെ ചെപ്പുളത്തിലെ കിണറ്റാണ്. നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഇതൊക്കെ റിസോർട്ട് മേടിച്ച സ്ഥലമാണ് കേസ്. ഇത് റിസോർട്ട് പണിത് പകുതിയായതാണ്. തട്ടക്കുഴ വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ. ഇതൊക്കെയാണ് സൈഡ്, തട്ടക്കുഴ സൈഡ്. ഭാവിയിൽ നല്ല വിനോദസഞ്ചാര സാധ്യതകളൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നല്ല ഫീലാണ്. റിസോർട്ടുകളുടെ പണികളും നടക്കുന്നുണ്ട്. ചെപ്പുളത്തേക്കുള്ള ഇറക്കം എത്തിറങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി എഴുതി വച്ചിരിക്കുന്നത് കാണാം. മലകളും പ്രകൃതി ഭംഗിയും വന്ന് കാണുവാൻ നല്ലതാണെങ്കിലും മഴക്കാലത്ത് ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥയെപ്പറ്റിയും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള മഴക്കാലവും കാലവർഷവുമൊക്കെ എത്രത്തോളം ഭീതിയാണ് നമുക്ക് നൽകുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല റിസോർട്ടുകാർ മേടിച്ചേക്കണം, നമ്മുടെ കമ്പിയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെപ്പുകുളം ഇറക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ചെപ്പുകുളം വ്യൂ പോയിന്റ്, അതായത് ഇരികല്ലും മുടി അഥവാ ഇരികല്ലും പാറ. ചെപ്പുകുളം ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ ചെപ്പുകുളം ആണ് ചെപ്പുകുളം ഇറക്കം. ഇരികല്ലും പാറയിൽ നമ്മൾ ഇതിനു മുൻപ് വന്നിട്ടുള്ളതായിരുന്നു. ആ വീഡിയോ ചാനലിൽ കാണാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.